നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിക്ക് എ ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. ആ എ ക്ലാസ് മണ്ഡലങ്ങളിലെ ബി ജെ പി വളരെ മുന്നേ തന്നെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ഏത് തരത്തിൽ വിജയം ഉറപ്പാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളതും കഴിഞ്ഞു, അതിൻ്റെ കാലം അസ്തമിച്ചു. ഇനി വിജയം മാത്രമേ ഉള്ളൂ. ഒരു കാലം വരെ വോട്ട് വിഹിത വർധനവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിന്നുവെങ്കിൽ ഇപ്പോൾ ബി ജെ പി ഏതാണ്ടൊരു 40 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തി. 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തും വന്നു. ബാക്കി ഒരു 20 മണ്ഡലങ്ങളോളം 3-ാം സ്ഥാനത്താണെങ്കിലും വലിയ വോട്ടുകളുടെ വ്യത്യാസമില്ല എന്നുള്ളതാണ്. അവിടെയൊക്കെ വലിയൊരു കടന്നുകയറ്റം നടത്താം. അതുകൊണ്ട് ബി ജെ പിയിലെ വളരെ പ്രമുഖരായിട്ടുള്ളവരെ എവിടെ മത്സരിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പാർട്ടി പ്രധാനമായിട്ടും തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിലേക്ക് ആ സ്ഥാനാർത്ഥി നിർണയം നടത്തി തീർക്കണം എന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ബി ജെ പിക്ക് ചില മണ്ഡലങ്ങൾ പ്രത്യേക നോട്ടമാണ്. കേരളം 2026 ഭരിക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനം എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കും പലരും. ചില കാര്യങ്ങൾ കണക്ക് കൂട്ടലിൽ അതിലേക്ക് കടക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബി ജെ പിയുടെ ഗുജറാത്ത് എന്ന് കുമ്മനം രാജശേഖരൻ വിശേഷിപ്പിച്ചിട്ടുള്ള നിയമസഭാ മണ്ഡലമാണ് നേമം. ഇത് ഇവർക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളത് വലിയ അഭിമാന പോരാട്ടമാണ്. കാരണം അത് ബി ജെ പിക്ക് ആദ്യം കിട്ടിയ മണ്ഡലമാണ്. അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക. 2021 നേമത്ത് മത്സരിച്ചത് കുമ്മനം രാജശേഖരനാണ്. കുമ്മനം രാജശേഖരൻ ഇനിയും വിജയ സാധ്യതയില്ല എന്ന് RSS മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കുമ്മനത്തെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലേക്ക് വിടാനാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ആറന്മുളയിൽ ഇപ്പോൾ സിറ്റിംഗ് MLA വീണ ജോർജാണ്. വീണ ജോർജിനും ആരോഗ്യ വകുപ്പിനുമെതിരെ വലിയ എതിരഭിപ്രായങ്ങളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടായി നിൽക്കുന്ന സമയമാണ്. ആരോഗ്യവകുപ്പ് തന്നെ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നതുമാണ്. അപ്പോൾ ആ ആറന്മുളയില് ബി ജെ പിയുടെ ഒരു പ്രധാന ഇടമായി കണ്ടുകൊണ്ടാണ് കുമ്മനം രാജശേഖരനെ വിട്ടിരിക്കുന്നത്. അപ്പോൾ നേമം മണ്ഡലത്തിൽ വിജയം ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കുക. രാജീവ് ചന്ദ്രശേഖർ അവിടെ വലിയ നേട്ടം കൊയ്തതാണ്. RSSന്റെ ശാഖകൾ കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ് നേമം. അപ്പോൾ വിജയ സാധ്യത ഉറപ്പാക്കിക്കൊണ്ട് നേമത്ത് രാജീവ് ചന്ദ്രശേഖരെങ്കിൽ മറ്റൊരു ചോദ്യം ഉയരുന്നത്, തിരുവനന്തപുരം മണ്ഡലത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് നിൽക്കുന്ന, നഗരഹൃദയത്തിൽ നിൽക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ ആര് മത്സരിക്കും? അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ തീർച്ചപ്പെടുത്തുന്നത് UDFന്റെ സ്ഥാനാർത്ഥി വന്നതിന് ശേഷം. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കെ മുരളീധരൻ മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പത്മജ വേണുഗോപാലിനെ ഇറക്കുമെന്നാണ് അറിയുന്നത്. കെ മുരളീധരൻ മത്സരിക്കാൻ എത്തിയെങ്കിൽ മാത്രം. മുരളീധരൻ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഇനിയും ഹൈക്കമാൻഡ് അത് കൂടുതൽ ഇടപെട്ട് മുരളീധരനെ തോൽപ്പിച്ചൊരു മൂലക്കിരുത്തുന്നതിന് വേണ്ടി ചിലപ്പോൾ വട്ടിയൂർക്കാവിൽ കൊണ്ടുവന്ന് ഇറക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുരളീധരൻ മത്സരിക്കുന്നില്ല എങ്കിൽ പത്മജ വേണുഗോപാലിനെ തൃശ്ശൂരിൽ നിർത്തും. തൃശ്ശൂര് ബി ജെ പിയുടെ ഒരു പ്രധാന തട്ടകമായി തീർന്നിരിക്കുന്നതാണല്ലോ. ആദ്യ പാർലമെന്റിലേക്ക് എത്തിയത് തൃശ്ശൂരാണല്ലോ. 2021 പത്മജ വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്. 1000 വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചു പോയത്. അപ്പോൾ പത്മജയ്ക്ക് അവിടെ ഒരു അടിത്തറ ഉണ്ട് എന്നാണ് അതിൽ നിന്ന് തെളിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വട്ടിയൂർക്കാവ് ഒരു പക്ഷേ നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനെ നിർത്താനാണ് പാർട്ടിയുടെ തീരുമാനം. ഇനിയിപ്പോൾ കഴക്കൂട്ടം മണ്ഡലമാണ് ഇതുപോലെ തിരുവനന്തപുരം നഗരത്തിൽ
ചേർന്ന് നിൽക്കുന്ന കഴക്കൂട്ടത്ത് 2016 വി മുരളീധരൻ മത്സരിച്ചു, 2021 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു. ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള, വിജയ സാധ്യത ഉറപ്പായിട്ടുള്ള മണ്ഡലം കൂടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി മുരളീധരനെ അവിടെ നിർത്തും. ഇനി അതല്ല, രാജീവ് ചന്ദ്രശേഖരന്റെ പക്ഷത്തിനോട് ചേരാതെ നിൽക്കുന്ന മുരളീധരന് സ്ഥാനാർത്ഥി നിർണയത്തിൽ സീറ്റ് കൊടുത്തില്ല എങ്കിൽ അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഉറ്റ വിശ്വസ്തനായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷിനെ നിർത്തും. ഇനി അതല്ല, മുരളീധരനാണ് മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ സുരേഷിനെ കോവളത്ത് നിർത്തുകയും ചെയ്യും. തിരുവനന്തപുരം സെൻട്രലില് വി രാജേഷ് ആയിരിക്കും മത്സരിക്കുക. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലമാണ് കാട്ടാക്കട. കാട്ടാക്കടയിൽ വി മുരളീധരൻ 1ാം സ്ഥാനത്തെത്തിയതാണ്. അവിടെ 2021 മത്സരിച്ച പി കെ കൃഷ്ണദാസിനെ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കെ സുരേന്ദ്രൻ എവിടെയായിരിക്കും മത്സരിക്കുക? മഞ്ചേശ്വരത്തും കോന്നിയിലും കൂടെ ഒന്നിച്ച് മത്സരിക്കുമോ? അതോ തൃശ്ശൂരിൽ സന്ദീപ് വാര്യരുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവിടെ മത്സരിക്കുമോ? അതല്ല പാർട്ടി തീർച്ചപ്പെടുത്തുന്നത്. ബി ജെ പിക്ക് ശിവഗിരി ഉൾപ്പെടുന്ന പ്രദേശം വർക്കല മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട്. മുനിസിപ്പാലിറ്റി ഏതാണ്ട് ബി ജെ പിയോടൊപ്പം അടുക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ സുരേന്ദ്രനെ വർക്കലയിൽ നിർത്തുക. ഗോവയിലെ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് കേരളത്തിൽ നിൽക്കുന്ന പി എസ് ശ്രീധരൻ പിള്ളയെ ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ്. ചെങ്ങന്നൂർ മണ്ഡലം 2016 പി എസ് മത്സരിച്ചിട്ടുണ്ട്. അന്നവിടെ ചതുഷ്കോണ മത്സരമായിരുന്നു. കാരണം ശോഭന ജോർജ് കോൺഗ്രസിൽ നിന്ന് ഇടഞ്ഞ് സ്വതന്ത്രയായിട്ട് മത്സരിച്ചു. ശോഭന ജോർജിന് അവിടെ അല്പം സ്വാധീനമുള്ള ഇടം കൂടിയാണ്. അതുകൊണ്ട് LDF, UDF കൂടാതെ ശോഭന ജോർജ്, NDA ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പി എസ് ശ്രീധരൻ പിള്ള, ഒരു ശക്തമായ ചതുഷ്കോണ മത്സരം നടന്ന ഇടം കൂടിയായിരുന്നു. ഇനിയിപ്പോൾ മറ്റൊന്ന്, ഈ ബി ജെ പിയിലെ ക്രൈസ്തവ മുഖങ്ങളും അതിലെ ഇപ്പോൾ ഏറ്റവും പ്രധാനിയായിട്ട് നിൽക്കുന്ന ആളാണ് ഷോൺ ജോർജ്. ഷോൺ ജോർജ് തൻ്റെ ആവശ്യത്തിനനുസരിച്ച് തന്നെ പാർട്ടി മണ്ഡലം കൊടുത്തിരിക്കുകയാണ്. പാലാ മണ്ഡലം വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ പാല കൊടുത്തിരിക്കുകയാണ്. പൂഞ്ഞാർ മണ്ഡലം PC ജോർജിന്റെ തട്ടകമായ PC ജോർജിനെ തന്നെ ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു ക്രൈസ്തവ മുഖമായ അനൂപ് ആന്റണി തിരുവല്ലയിലും മത്സരിക്കും. തിരുവല്ലയിൽ ക്രൈസ്തവ സ്വാധീനമുള്ള ഇടമാണ്, മർത്തോമ സഭയുടെ ആസ്ഥാനമാണ്. ഇനിയിപ്പോൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഈ ബി ജെ പിയിലെ തീപ്പൊരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ എവിടെയായിരിക്കും മത്സരിക്കുക? ശോഭാ സുരേന്ദ്രൻ ഏത് മണ്ഡലത്തിൽ പോയി മത്സരിച്ചാലും ആ മണ്ഡലം ഇളക്കി മറിക്കും എന്നുള്ളത് 100% ശരിയാണ്. മുൻകാലങ്ങളിലേക്കാൾ വോട്ട് വളരെ കൂടുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. പക്ഷെ ഇനി വോട്ട് വിഹിത വർധനവെന്നല്ല, വിജയം ഉറപ്പാക്കാൻ സുരേഷ് ഗോപി വിജയിച്ച തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി 1ാം സ്ഥാനത്തായിരുന്നു. അവിടെ മത്സരിപ്പിക്കാനാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. കായംകുളവും ശോഭാ സുരേന്ദ്രന് അനുകൂലമാണ്, അതും മുൻപ് പറഞ്ഞിരുന്നതാണ്. പക്ഷെ കായംകുളം NDA പ്രധാന ഘടകകക്ഷിയായ BDJS കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കായംകുളത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും. തൃശൂർ ജില്ലയിലെ പുതുക്കാട് ശോഭാ സുരേന്ദ്രനും മത്സരിക്കും. കണ്ണൂരില് 2021 ധർമ്മടത്ത് മത്സരിച്ച CK പത്മനാഭനെ കണ്ണൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. അപ്പോൾ ഇത്തരത്തില് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ ഏതാണ്ട് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഇതെല്ലാം BJPയുടെ കണക്കുകൂട്ടലിൽ വിജയം ഉറപ്പാക്കാവുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. ഭരണവിരുദ്ധ വികാരവും BJPക്ക് കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിലും ഈഴവ വിഭാഗത്തിലുമുള്ള ഒരു കടന്നുകയറ്റവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ മണ്ഡലങ്ങൾ ഇവർക്ക് അനുകൂല സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയവും നടത്തിയിരിക്കുന്നത്.